ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തെ നമ്മുടെ അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 2025 എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വർഷം എന്തൊക്കെ നഷ്ടങ്ങളൊക്കെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അതൊക്കെ മറന്ന് കളഞ്ഞിട്ട് നമ്മൾ പുതുവർഷത്തെ നല്ല സന്തോഷത്തോടു കൂടി വരവേൽക്കുക. അടുത്ത വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഭഗവാനിലേക്ക് കൂടുതലായിട്ട് അടുക്കുക. അതുപോലെ എല്ലാവർക്കും നല്ലത് മാത്രം നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാനിത് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള 2 ഫോട്ടോസാണ് കേട്ടോ. നമ്മുടെ ദൈവത്തിൻ്റെ ഫോട്ടോസാണ്, നമുക്ക് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പൂജ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ ആണ് മുരുകൻ്റെ ഫോട്ടോയാണ്. മുരുകനും ഭാര്യമാരും കൂടി നിൽക്കുന്ന ഫോട്ടോ ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുരുകൻ്റെ ഫോട്ടോ ഒക്കെ വാങ്ങുന്ന സമയത്ത് മുരുകൻ എന്താ പറയുക, നല്ല ഭംഗിയിൽ രാജകീയ വേഷത്തിൽ നിൽക്കുന്ന ഫോട്ടോ നോക്കി വാങ്ങുക. അല്ലാന്നുണ്ടെച്ചെങ്കിൽ നമ്മളെ വേല് കുറച്ച് താഴ്ന്നിട്ടുള്ള ഫോട്ടോസ് ഉണ്ടല്ലോ, മുരുകനെങ്ങാട്ടി താഴ്ന്നിട്ട് വേല് നിൽക്കണം. അല്ലെങ്കിൽ പിന്നെ ഏറ്റവും ഉത്തമമെന്ന് പറയുന്നത് മുരുകനും ഭാര്യമാരും കൂടി നിൽക്കുന്ന ഫോട്ടോ വാങ്ങുന്നതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടപ്പോഴാണ്. അപ്പോൾ എന്നാൽ ഈ ഒരു ഫോട്ടോ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ഫോട്ടോ ഉണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഫോട്ടോയ്ക്ക് നമ്മൾ 137 രൂപയാണ് ഒരു മീഷോയിൽ കണ്ടത്. നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്നത് കാരണം 119 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാ ചുമരിൻ്റെ മുകളിൽ തൂക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വെറ്റില ദീപം വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 4 ആഴ്ചയായി അത് തുടർന്ന് പോരുകയാണ്. അപ്പോൾ ആ ഒരു സമയത്തൊന്നും എനിക്ക് ഫോട്ടോ ഉണ്ടായിരുന്നില്ല മുരുകൻ്റെ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്കന്ദഷഷ്ടി കവചത്തിൻ്റെ ബുക്കുണ്ട്, അപ്പോൾ അതിൻ്റെ മുകളിലൊരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ ദീപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് മുരുകൻ്റെ ഫോട്ടോ വേണമെന്ന് ഒരുപാടായിട്ട് ഞാൻ ആഗ്രഹമാണ്. പക്ഷേ നമുക്ക് ഉമ്മാർത്ത് എല്ലാ ഫോട്ടോകളും ഇങ്ങനെ വെക്കാനുള്ള സ്ഥലമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ തോന്നി എന്തായാലും വെറ്റില ദീപം വയ്ക്കുമ്പോൾ ഒരു ഫോട്ടോ വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെറ്റില ദീപം വയ്ക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നീട് നമ്മൾ രണ്ടാമതായിട്ട് വാങ്ങിയിട്ടുള്ള ഫോട്ടോ ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഒരു വീടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് നിർബന്ധമായിട്ടും വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. വിദ്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സരസ്വതിയും, ധനത്തിന് വേണ്ടി ലക്ഷ്മി ദേവി, കുബേരൻ, അതുപോലെ തന്നെ നമ്മളെല്ലാ വിഘ്നങ്ങളും മാറാനായിട്ട് ഒരു ഗണപതിയുടെ ഫോട്ടോ, വിഘ്നേശ്വരൻ്റെ ഫോട്ടോ, അതുപോലെ തന്നെ നമുക്കൊരു നാരായണൻ്റെ ഫോട്ടോ വേണം, ഭഗവാൻ വിഷ്ണുവിൻ്റെ ഫോട്ടോയും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇതെല്ലാതും കൂടി വെക്കാനായുള്ള ഒരു എന്താ പറയുക, നമ്മൾ ഉമ്മാർത്തായതുകൊണ്ട് കുറേ ഫോട്ടോകൾ ഇങ്ങനെ വേണ്ടേ. ഞാൻ എല്ലാതും കൂടി ഒരുമിച്ചുള്ള ഫോട്ടോ വാങ്ങണം എന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു മീഷോയിൽ ഈ ഒരു ഫോട്ടോ എൻ്റെ കണ്ണയിൽ പെട്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോട്ടോത്തിൽ ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ അധികം സ്ഥലമൊന്നും പോവില്ല, നല്ല അടിപൊളി ഫോട്ടോ ആണ് കേട്ടോ. ഈ ഒരു ഫോട്ടോയ്ക്ക് 175 രൂപയാണ് അതിൽ മീഷോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഗൂഗിൾ പേ ചെയ്യുന്നവർക്ക് 147 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നല്ല ചെറുതാണ് കേട്ടോ, നമ്മുടെ ഉമ്മറത്തൊക്കെ വെക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ലക്ഷ്മി വിളക്ക് കത്തിക്കുമ്പോഴോ ഉപ്പുദീപം കത്തിക്കുമ്പോഴൊക്കെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉള്ളത് നല്ലതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 2 ഫോട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.